കുലദൈവങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരും അങ്ങനെ തന്നെയാണ്. എന്നെ നോക്കാൻ, എന്നെ കാണാൻ വരാൻ നിനക്ക് സമയമില്ല. നീ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് പലതരത്തിലും നീ എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഇന്ന് നിനക്കും അതേ അവസ്ഥ. എന്നെ നീ ഏത് പ്രകാരം എന്തൊക്കെ വ്യാജമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് എന്നെ നീ ഒഴിവാക്കിയോ, ആ അവസ്ഥ, ആ ഒറ്റപ്പെടൽ നിനക്കും ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ പാവം ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുമെങ്കിലും ചില വ്യക്തികളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ അവരുടെ കുലദൈവങ്ങളെ മനസ്സുകൊണ്ട് പോലും സ്മരിക്കാത്തവരായതുകൊണ്ട് കുലദൈവവും തൽക്കാലം അവരെ ആ ഒരു രീതിയിൽ നോക്കിക്കാണുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവങ്ങൾക്ക് നമ്മളോട് ശത്രുതയുണ്ടോ എന്നത്. അതല്ല, ആ ഒരു റിയലൈസേഷന് വേണ്ടിയാണ്, ആ പാഠം പഠിപ്പിക്കുകയാണ്. ഒരു സമയമാകുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പശ്ചാത്താപം വരും, കുറ്റബോധം വരും, ക്ഷമാപണം നടത്തും, പിന്നെ ദേവി നമ്മളെ ചേർത്ത് പിടിക്കും. അതായത് മനുഷ്യൻ്റെ അഹംഭാവം ശമിപ്പിക്കുക എന്നതാണ്. ഒരാളെയും ശിക്ഷിക്കാൻ ഒന്നുമല്ല. നിങ്ങളുടെ പ്രാരാബ്ധം ഹെവി ആയിരുന്നിട്ട് പോലും നിങ്ങളെ ഞാൻ അമ്മയെപ്പോലെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നെ വില കൽപ്പിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാരാബ്ധത്തെ കൂടി അനുഭവിക്കൂ, ഈ കഷ്ടം കൂടി അനുഭവിക്കൂ എന്നാണോ എന്നെ തിരിച്ചറിയുന്നത്, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ തിരിച്ചറിയുന്നത്, അന്ന് ഞാൻ കൂടി ഉണ്ടാകും. ഇത് പരീക്ഷണ ഘട്ടമാണ്. എന്നാലും വീഴാതെ പിടിച്ചു നിർത്തും ഭഗവതി. എത്ര അഹംഭാവം മനുഷ്യൻ കാണിച്ചാലും ഭഗവതി താങ്ങി നിർത്തും.